ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകാൻ അൻസിബ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. കടവന്ത്ര സ്റ്റേഷനിലാണ് ഹാജരായത്. ടിനി ടോം വർഗീയ അധിക്ഷേപം നടത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുമാണ് അൻസിബയുടെ പരാതി. നിതിൻ സേവ്യർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. നിതിൻ, കടുത്ത ആരോപണങ്ങളാണ് അൻസിബ ടിനി ടോമിനെതിരെ ഉന്നയിച്ചത്. വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി, തന്നെ ജിഹാദി എന്ന് വിളിച്ചു, ആക്രമിക്കാൻ ശ്രമിച്ചു, ചീത്ത വിളിച്ചു, തെറി വിളിച്ചു, കയ്യേറ്റത്തിന് ശ്രമിച്ചു. ഇതിൽ നിരവധി ആളുകൾ ഇതിന് സാക്ഷികളായിട്ടുണ്ട്. ടിനി ടോമും ടീമും പുറത്തു നിൽക്കുന്നത് തനിക്ക് വലിയ ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇതെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ അൻസിബ ആവർത്തിക്കുമോ നിതിൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നടൻ ടിനി ടോമിനെതിരായ അൻസിബ നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇപ്പോൾ മൊഴി നൽകാനായി അൻസിബ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. തനിക്കെതിരെ വർഗീയ അധിക്ഷേപം നടത്തി, ഒപ്പം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറി, തനിക്കെതിരെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം മോശം മെസ്സേജ് തുടങ്ങിയ പരാതികളൊക്കെയാണ് നിലവിൽ അൻസിബ നൽകിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ കടവന്ത്ര പോലീസ് സ്റ്റേഷനുള്ളിൽ, ഇപ്പോൾ നിലവിൽ ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ അൻസിബ പോലീസിന് മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ കുടുംബത്തെ അടക്കം ഇതിലേക്ക് വലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന്, തന്റെ കുടുംബത്തെയും ടിനി വേട്ടയാടുന്നു എന്നാണ് അൻസിബ നേരത്തെ പറഞ്ഞത്. ഇവർ നേരത്തെ അൻസിബയും ടിനി ടോമും ഒക്കെ തന്നെ അമ്മ ജനറൽ ബോഡിയുടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ നടന്ന കുടുംബസംഘവുമായി ബന്ധപ്പെട്ടടക്കമുണ്ടായ തർക്കങ്ങളാണ് ഈ അമ്മയിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. പിന്നീടാണ് ഇത്തരത്തിൽ ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി അൻസിബ ഹസൻ രംഗത്ത് വരുന്നത്. സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിൽ വർഗീയ പരാമർശങ്ങൾ അടക്കം നടത്തി തുടങ്ങിയ പരാതികളാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്നലെയായിരുന്നു അൻസിബ ഹസനോട് ടിനി ടോമിനെതിരായ പരാതിയിൽ ഹാജരാകാനായി പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. അസൗകര്യങ്ങളുള്ളതിനാൽ ഇന്നലെ ഹാജരാകാനാകില്ല എന്നായിരുന്നു അറിയിച്ചത്. തുടർന്നാണ് അല്പസമയം മുൻപ് 2 മണിയോടുകൂടി തന്നെ അൻസിബ ഹസൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ നേരത്തെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ കേസ് നൽകിയത്. പിന്നീടാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറുന്നത്. ഒപ്പം തന്നെ അൻസിബ നൽകിയ മറ്റൊരു പരാതി, അത് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിക്കുന്നുണ്ട്. അത് നടി ലക്ഷ്മിപ്രിയയ്ക്കും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ നൽകിയിരിക്കുന്ന പരാതിയാണ്. വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം ഹരാസ്മെന്റ് നടത്തിയെന്നുള്ള ഒരു പരാതിയാണ് അൻസിബ അന്ന് നൽകിയിരുന്നത്. ആ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ലക്ഷ്മിപ്രിയയുടെയും അൻസിബയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വനിതാ SIയുടെ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിലും ഉടൻ പോലീസ് തീരുമാനമെടുക്കും. ഏതായാലും അല്പസമയം മുൻപാണ് ടിനി ടോമിനെതിരായി നൽകിയ പരാതിയിൽ അൻസിബ പോലീസ് സ്റ്റേഷനിലെത്തി ഇപ്പോൾ നിലവിൽ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിഹാസ്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. മൊഴി കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ അൻസിബ പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കാം.